ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. കളങ്കാവൽ, ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ്. റൈറ്ററും കൂടെയാണ് പുള്ളി. സിനിമ കണ്ടിട്ട് അങ്ങനെ വന്ന് കാറിക്കേറിയിരുന്നു. എൻ്റെ പരമുള്ള എൻ്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഒരു രക്ഷയില്ല. അന്യായ എന്താ പറയുക, മൈൻഡ് നമുക്ക്. ഞാൻ 2 മണിക്കൂർ നമുക്ക് ഇൻ്റർവെൽ ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് മെൽബണിൽ ഈ പടം ഒട്ടിച്ചത്. ഇൻ്റർവെൽ എന്ന് ജസ്റ്റ് എഴുതി കാണിച്ചൊരു ഇൻ്റർവെൽ ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ സിനിമ കണ്ടിന്യൂ ആയിരുന്നു. ഒരു പക്ഷേ 2 മണിക്കൂർ 15 മിനിറ്റ് പിടിച്ചതിൻ്റെ ഗുണം നന്നായിട്ട് ഈ പടത്തിൽ വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയും ബോറടിപ്പിക്കാതെ വൺ ആഫ്റ്റർ അനദർ ആ സ്ക്രീൻ പ്ലേ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും നമുക്ക് നമ്മളുടെ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ. അതുപോലെ തന്നെ ആ പടത്തിലെ മ്യൂസിക് എല്ലാം, ഈ പാട്ടുകളെല്ലാം എവിടെ ഉപയോഗിക്കുമോ എന്നുള്ള സംശയമൊക്കെ പടം തുടങ്ങി കഴിയുമ്പോൾ തന്നെ മാറും. അങ്ങനെ ഒരു പാറ്റേണിൽ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ക്യാമറ വർക്ക്, നല്ല സ്ക്രീൻ പ്രസൻസ്, വന്നു പോകുന്ന ആൾക്കാരുടെ എല്ലാം സ്ക്രീൻ പ്രസൻസ്. ഇതിനകത്ത് പടം തുടങ്ങുന്നതിന് എത്രയോ മണിക്കൂർ മുമ്പ് മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും മൊത്തം ഇത് ഇൻസ്റ്റാ അക്കൗണ്ട്സിലൂടെയൊക്കെ പറയുന്നുണ്ട് നോ സ്പോയിലേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ സിഗരറ്റ് വലിച്ച് വിടുന്നുണ്ട്. ഇത് കണ്ടിട്ട് പടത്തിലോട്ട് ജസ്റ്റ് കയറിയപ്പോൾ വിചാരിച്ചേ അത്രയൊക്കെ ഉണ്ടാവുമോ, ഇതൊക്കെ ജസ്റ്റ് ഒരു പബ്ലിസിറ്റി. കാരണം നല്ലൊരു എന്താ പറയുക, ഇവർ നല്ല രീതിയിൽ പടം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഹെവി സ്പോയിലേഴ്സ് ഉണ്ട്. സൈനഡ് മോഹൻ്റെ കഥയാണെന്നുള്ള കാര്യമൊക്കെ ഓൾറെഡി ഇതറിയാം. അതിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കഥാതന്തു തന്നെയാണ്. പക്ഷേ ഇവരിതിൽ ഫിക്ഷൻ കലർത്തിയിരിക്കുന്ന രീതി, ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഇൻ്റർവൽ ബ്ലോക്ക്, ക്ലൈമാക്സ്, സ്റ്റാർട്ടിങ് സീൻ, ആൻഡ് ഓഫ് കോഴ്സ് ഇതിലെ ആക്ടേഴ്സ്, അതിലേക്ക് വരാം. അപ്പോൾ ഇത് കൊണ്ടുപോകുന്ന രീതി, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, ക്യാമറ വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പടത്തിൻ്റെ ടോൺ അനുസരിച്ചായിരിക്കും ഒരു ഡൾനെസ് ഉണ്ട്. ഒരു ആദ്യത്തെ കാഴ്ചയിൽ ഒരു ഡൾനെസ് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നല്ല രസമായിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഒരു പാറ്റേണിൽ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരും. ഒരുപാട് അനിമൽ മെറ്റഫറൊക്കെ സംഭവം ഓൾറെഡി ഞാൻ എൻ്റെ ഡീകോഡിങ് വീഡിയോസിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്കായിട്ടുണ്ട്. ചില കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഒരുപാട് കിട്ടുന്നുള്ളതിൻ്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സന്തോഷവും ഇതിനകത്തുണ്ട്. ഇനി അഭിനേതാക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക ഞെട്ടിച്ചു. അതായത് പുള്ളിയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുവരെ കാണാത്ത മാനറിസംസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അതുപോലെ ഈ പടത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ വിനായകൻ്റെ പേരിടുമ്പോൾ അതൊരു ഡമ്മി, അതായത് പുള്ളി എങ്ങനെ ഇട്ടിട്ട് അങ്ങനെയാണ് ശരിക്കും ഒരു മൈൻഡിലോട്ട് വന്നത്. പുള്ളി ഒരു സൈഡായിരിക്കും. അങ്ങനല്ല, ഇതൊരു ക്ലീഷേ ബ്രേക്കിംഗ് സംഭവമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി മമ്മൂക്ക വില്ലനാണ്. മമ്മൂക്ക പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് സ്പോയിലർ ആയിപ്പോ ഇല്ല, മമ്മൂക്ക പറഞ്ഞ കാര്യം തന്നെയാണ്. മമ്മൂക്ക വില്ലനാണ്. പക്ക അഴിക്കപ്പയൽ അതുപോലത്തെ സാധനം. പുള്ളി ഒരു ആക്സന്റ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ നല്ല ഡെപ്തിൽ പുള്ളി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ആക്സന്റ് പറയുമ്പോൾ തന്നെയുള്ള കുറേ ആക്ഷൻസും മാനറിസംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. അതായത് എനിക്കിതിൽ ഭയങ്കര അത്ഭുതം തന്നതും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഭ്രമയുഗത്തിലെ ഷോ സ്റ്റീലറായിട്ട് മമ്മൂക്കയെ മാറ്റിയതാണ്. മമ്മൂക്ക അതിൽ വില്ലനാണ്. പക്ഷെ പുള്ളിയെ അതിലൊരു ഷോ സ്റ്റീലറാണ് പുള്ളി. പുള്ളിയുടെ ക്യാരക്ടറിനാണ് വെയിറ്റേജ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ വിനായകനാണ് വെയിറ്റേജ്. വിനായകൻ ഇസ് ദ ഹീറോ. ഞാൻ അത് കണ്ട് ഓക്കെ, ലാസ്റ്റ് എത്തുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സലന്റ്. കാരണം ഇങ്ങനെ ആരും ചെയ്യില്ല. അതായത് ഇപ്പം മമ്മൂക്ക ഗേ ആയിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മമ്മൂക്ക പേരൻപിലൊക്കെ അതിനു മുമ്പേ ഒരു എന്താ പറയുക, ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിക്കുന്നതായിട്ട് തന്നെയുണ്ട്. അപ്പം അതിലൊരു വലിയ സംഭവം ചെയ്തു അങ്ങനെ ഒരു പ്രതീതിയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു അടുത്ത എന്താ പറയുക, ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവമായിരുന്നു. അത് അറിഞ്ഞ് അതേ കഥാപാത്രങ്ങളായിട്ട് പുള്ളി വളരെ ഈസി ആയിട്ട് അത് ചെയ്ത് അതിനെന്തൊക്കെയാണോ കോൺസിക്വൻസസ് ഏറ്റവും അവസാനം വരുന്നത് അത് ഏറ്റുവാങ്ങുന്ന രീതിയിൽ ആ കഥ പര്യവസാനിക്കുന്നു. ഇപ്പോൾ ഇത്രേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇതിൽ ഹെവി സ്പോയിലേഴ്സ് വരാനുള്ള ചാൻസുകളുണ്ട്. അന്യായം. നമുക്കൊരു എന്താ പറയുക, കൊച്ചു കുട്ടികളെ വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ പടം കാണാൻ പോകരുത്. 16+ തന്നെയാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ 5 മിനിറ്റ് തൊട്ട് തന്നെ ഒരു നെഞ്ചെടുപ്പ് അല്ലെങ്കിൽ ഒരു അടപ്പ് ഫീൽ ചെയ്തു എനിക്ക്. അത് എനിക്കങ്ങോട്ട് ഒരു സഫോക്കേഷൻ ഉണ്ട്. കാരണം ആ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുന്നത്. ഒരു എന്താ പറയുക, പൂ പറിക്കുന്ന ലാഘവത്തോടെ ചെയ്ത് തള്ളുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിയുടെ ഈ എക്സ്പെരിമെന്റ് മോഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ആസ്വാദനം ശ്രദ്ധിച്ചാൽ മതി, വളരെ കറക്റ്റാണ്. ഇതിൽ ബാക്കിയുള്ളവർക്ക് ഇതെങ്ങനെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ, അതിൻ്റെ റിസപ്ഷനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ
എനിക്കറിയില്ല. അതിൽ ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ എക്സ്പെരിമെൻറ്റ് മൂവീസ് എപ്പോഴും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രേക്ഷകർ, അല്ലെങ്കിൽ ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഈ പടം സ്വീകരിക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള സ്പോയിലേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും സംഭവ ബഹുലമാണ്. ഇവർ വിനായകനെ പിടിച്ചു കെട്ടി അഭിനയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ പിടിച്ച് കെട്ടേണ്ടടുത്ത് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അതിന് വിനായകൻ ഇസ് എ ചേഞ്ച് എന്ന് മമ്മൂക്ക പറയുന്നുണ്ട്. ആ ചേഞ്ച് ഇതിനകത്ത് നമുക്ക് കാണാനുണ്ട്. നല്ല രസമായിട്ട് പുള്ളി വളരെ സട്ടിലായിട്ട് ഓരോ എക്സ്പ്രഷൻസും കാര്യങ്ങളും, പുള്ളിയുടെ ഓരോ ക്ലൂസ് കിട്ടുന്നിടത്ത് പുള്ളി ഇത് ചെയ്യുന്നതും സെയിം ഇസ് മമ്മൂക്ക ഇങ്ങനെ എതിരെ ഇരുന്ന് ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കാര്യം അനലൈസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇത്രയും വെറ്ററൻ ആക്ടറാണ്. ഒരു എന്താ പറയുക, അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടാണ് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളി അതാണ്, അതായത് ഓവർ പവർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പുള്ളിയുടെ അഭിനയം കൊണ്ട് ഇവിടെ കുറച്ചുകൂടെ ഒന്ന് കത്തിക്കാം, ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ഇല്ല, അത് ചെയ്തിട്ടില്ല. ആ ഒരു സംഭവം ഇല്ലാതെ രണ്ടുപേരുടെ ക്യാരക്ടറിനും ആ സട്ടിൽനെസ് ഉണ്ട്. എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ അവിടെ ഡെലിവർ ചെയ്തിട്ടുള്ളൂ. അതാണ് എനിക്കാകെ മൊത്തത്തിൽ തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ കണ്ടവർ അഭിപ്രായം രേഖപ്പെടുത്തുക. പ്ലീസ് ഒരു സ്പോയിലേഴ്സും ഒരു കമൻറ്റിലോ ഒരിടത്തോ ഒന്നും എവിടെയും ഇടാതിരിക്കുക. വൺ ഓഫ് എ കൈൻഡ് മാൻ. മമ്മൂക്ക സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഈ ഹാറ്റ്സ് ഓഫ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കാതലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു എന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ, ഒരു നടനാണെങ്കിൽ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യണം. പക്ഷെ ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഞാൻ മുമ്പ് റിപ്പറ്റേറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അതെൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇതൊരു ക്ലീഷേ ബ്രേക്കിംഗ് ആണ്. ഇങ്ങനെ ആരും ചെയ്യില്ല. ഒരു സ്റ്റാർഡത്തിലിരിക്കുന്ന ഒരു ആക്ടറും ചെയ്യില്ല. അത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആക്ടിങ്ങിൽ അതിൻ്റെ ഇൻഹിബിഷൻസ് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മമ്മൂക്ക ഇറ്റ്സ് നോട്ട് ദെയർ. ലവ് യു മമ്മൂക്ക, താങ്ക് യു വെരി മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ എക്സ്പെരിമെൻറ്റ് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഡെഫിനറ്റ്ലി വർക്കാവും എന്നാണ് എൻ്റെ വിശ്വാസം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കണ്ടവർ അഭിപ്രായം രേഖപ്പെടുത്തുക. സ്പോയിലേഴ്സ് പ്ലീസ് അവോയ്ഡ്. നോ സ്പോയിലേഴ്സ് പ്ലീസ്.